ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ചൂടിനും അതുപോലെ നോമ്പ് തുറക്കുമ്പോഴും നമുക്ക് നമ്മുടെ ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചേർത്തിരിക്കുന്ന പഴമാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് നോക്കാം. ആദ്യം നമ്മൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പപ്പായ, ഏത്തപ്പഴം, പീനട്ട്സ്, ഷമാമ, വാട്ടർമെലൺ. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്താണ്. അപ്പം നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ പഴം ഒട്ടും സ്കിപ്പ് ചെയ്യേണ്ട, അത് നമ്മൾ മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, ഇതുപോലെ ഇട്ട് കൊടുക്കണം. കാരണം നമുക്കിതൊന്ന് കുറച്ച് കടിക്കാൻ കിട്ടണം. അതിനാണ് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് കടിക്കാൻ കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പഞ്ചസാരയുടെ അളവോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, കാരണം അത് നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഞാൻ അതുപോലെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇരിക്കും. അപ്പൊ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അതിന് മുന്നേ ഞാൻ കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം അടിയിലായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ, എല്ലാം കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിലൊന്നും അടിഞ്ഞിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് ഇപ്പോഴും കടിക്കാനകത്ത് ഉള്ള രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ആ പീനട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി ഈ ഒരു ഡ്രിങ്ക്സിന് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഈത്തപ്പഴം കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഈത്തപ്പഴം കൂടി നമ്മൾ കട്ട് ചെയ്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസ്കസ് ആണ്. നമ്മളിപ്പോൾ എല്ലാ ഡ്രിങ്ക്സിലും ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കസ്കസ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചൂടി ടൈമിലും നോമ്പിന്റെ ടൈമിലൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ. നല്ല തണുക്കണം. നമ്മുടെ ഈ ഒരു ഒന്നാമത് ഈ ഡ്രിങ്ക്സിന് കുറച്ച് കട്ടിയുണ്ട്. അതിന്റെ കൂടെ നമ്മൾ തണുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നേ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇപ്പൊ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.